നമസ്കാരം. തിയേറ്ററുകളിൽ ആവേശം വിതറി ദുരന്തർ പ്രദർശനം തുടരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിത്യധറിന്റെ ജീവിതം തന്നെയാണ്. 1990കളിൽ കാശ്മീരിലെ താഴ്വരകളിൽ മതഭ്രാന്തും തീവ്രവാദവും അഴിഞ്ഞാടിയപ്പോൾ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ മണ്ണിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. ആ കൂട്ടപലായനത്തിൽ നിസ്സഹായനായി നോക്കി നിന്ന ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു ആദിത്യധർ. വീടും സ്വത്തും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ആ മുറിവുകളെ പകയാക്കി മാറ്റുന്നതിന് പകരം സത്യം വിളിച്ചു പറയാനുള്ള കരുത്താക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. വർഷങ്ങളോളം ബോളിവുഡ് കാശ്മീരിനെ അവതരിപ്പിച്ചത് വിഘടനവാദികൾക്ക് അനുകൂലമായ കണ്ണിലൂടെയായിരുന്നു. തീവ്രവാദികളെ സാഹചര്യങ്ങളുടെ ഇരകളാക്കി ചിത്രീകരിച്ചും ഇന്ത്യൻ സൈനികരെ വില്ലന്മാരാക്കി കാട്ടിയും നിർമ്മിക്കപ്പെട്ട സിനിമകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലേക്കാണ് ആദിത്യധർ ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രവുമായി കടന്നു വരുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ചിത്രം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അദ്ദേഹം നിർമ്മിച്ച ആർട്ടിക്കിൾ 370 എന്ന ചിത്രം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയതിന് പിന്നിലെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തി. സ്വന്തം കുടുംബത്തെ ആട്ടിയോടിച്ച അതേ പ്രത്യയശാസ്ത്രങ്ങളെയും അവരെ സഹായിച്ച ശക്തികളെയും വെള്ളിത്തിരയിലൂടെ അദ്ദേഹം വിറപ്പിച്ചു. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുന്ന ദുരന്തർ എന്ന സിനിമയിലെ ഓരോ ഫ്രെയിമും ആദിത്യധർ എന്ന സംവിധായകന്റെ രാഷ്ട്രീയ വ്യക്തതയുടെ അടയാളമാണ്. ഇന്ത്യൻ ചാര സംഘടനകളുടെയും സുരക്ഷാ ഏജൻസികളുടെയും അജ്ഞാതരായ നായകന്മാരുടെ കഥ പറയുമ്പോൾ അത് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പുതിയ ഇന്ത്യയുടെ ശബ്ദമായി മാറുന്നു. ഹോളിവുഡ് നിലവാരത്തിലുള്ള മേക്കിങ്ങും തീപാറുന്ന ഡയലോഗുകളും കൊണ്ട് ഈ ചിത്രം പുതിയ സിനിമാ സംസ്കാരത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദുരന്തർ എന്ന സിനിമ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമാണ്. ചരിത്രം വളച്ചൊടിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ആദിത്യധറിന്റെ ഓരോ സിനിമയും. കാശ്മീരിന്റെ താഴ്വരകളിൽ നിന്ന് ഉയർന്നു വന്ന ആ കനൽ ഇപ്പോൾ ബോളിവുഡിന്റെ ചട്ടക്കൂടുകളെ ചുട്ടരിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.